CPM കേന്ദ്രങ്ങളിൽ CPM പ്രവർത്തകരുടെ വീടുകളിൽ വ്യാപകമായ റെയ്ഡ് ഇപ്പോൾ നടക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. രാവിലെ 2 പ്രവർത്തകരെ ഇതിനകം കസ്റ്റഡിയിലെടുത്തു എന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട്. തിരുവനന്തപുരം ബ്യൂറോയിൽ നിന്ന് CPM പ്രവർത്തകരുടെ വീട്ടിൽ പുലർച്ചെ നടത്തിയ പരിശോധനയിലാണ് ഈ കസ്റ്റഡി ഉണ്ടായത്. ഒപ്പം IP ബിനു, പാളയം സന്തോഷ്, ആറ്റുകാൽ ഉണ്ണി തുടങ്ങിയ തലസ്ഥാനത്തെ പ്രമുഖ CPM പ്രവർത്തകർ നേതാക്കൾ ഒളിവിലാണ്. പിണറായി വിജയനെതിരായ ED നീക്കത്തിൽ രാഷ്ട്രീയ പ്രതിരോധം ശക്തമാക്കാൻ ഇപ്പോൾ CPM നീക്കം നടക്കുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. സംസ്ഥാന വ്യാപകമായി ജില്ലാ കേന്ദ്രങ്ങളിൽ ഇടത് മുന്നണിയുടെ പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടാകും. പിണറായിക്കെതിരെയുള്ളത് രാഷ്ട്രീയ പകപോക്കലാണെന്നാണ് ഇപ്പോൾ നേരത്തെ മുതൽ തന്നെയുള്ള ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ടും തേടിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പോലീസ് വീഴ്ച അതീവ ഗൗരവമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കണ്ടിട്ടുണ്ട്. ഗവർണർ DGPയെ വിളിച്ച് വിശദാംശങ്ങൾ പങ്കുവച്ചു. DGP ഗവർണറുമായി ഫോണിൽ സംസാരിച്ചു. ഒപ്പം കാര്യങ്ങൾ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ വിശദീകരണം തേടുകയും മറ്റും ചെയ്തു. ഏതായാലും ശക്തമായ നടപടി പോലീസ് ഈ കേന്ദ്രങ്ങൾക്ക് നേരെ, പ്രധാനപ്പെട്ട ഈ സംവിധാനങ്ങൾക്ക് നേരെ എടുക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്നലെ തലസ്ഥാന നഗരിയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച സംഭവ വികാസങ്ങളാണ് ഉണ്ടായത്. രാജ്യവ്യാപകമായി ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുക, വാഹനം തല്ലിപ്പൊളിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഗൗരവം വളരെ വലുതാണ്. ആ ഗൗരവം മനസ്സിലാക്കാത്തവരാണോ CPMകാർ എന്ന ചോദ്യം കേരളമെമ്പാടും ഉയരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇപ്പോൾ 2 പേർ വീണ്ടും കസ്റ്റഡിയിലായിരിക്കുന്നു എന്നുള്ള വളരെ സുപ്രധാനമായ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നു. ഇന്നലെ ആക്രമണത്തിൽ പങ്കെടുത്ത CPMകാരാണ് ഇത് എന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം കണ്ടാൽ അറിയാവുന്നവർക്കെതിരെ കേസുണ്ട്, തെരച്ചിലുണ്ട്. 12ഓളം പേരെ ഇതിനകം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന വിവരങ്ങൾ കൂടി പുറത്തുവരുന്നു. അവരുടെ അറസ്റ്റും ഉടനുണ്ടാകും. അതീവ ഗൗരവതരമായ വകുപ്പുകൾ ഇവർക്കെതിരെ ചുമത്തും എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരും. ഡാന്, വ്യാപകമായ പരിശോധന തലസ്ഥാനത്ത് തുടരുകയാണോ? ഡാൻ, കേൾക്കാമോ? വ്യാപകമായ പരിശോധനയാണോ ഇപ്പോൾ നടക്കുന്നത്? രഞ്ജിത്ത്, പുലർച്ചെ മുതൽ ഇന്നലെ അർദ്ധരാത്രി മുതൽ ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് വേണ്ടി, അതായത് രാത്രിയാണ് FIR പുറത്തു വരുന്നത്. FIRൽ 300 പേരുടെ പേരാണ് ഉൾപ്പെട്ടിരുന്നത്. ആ 300 പേർ ആരൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്തുകൊണ്ടുള്ള പരിശോധനയാണ് ഇന്നലെ രാത്രി മുതൽ തന്നെ പോലീസ് ആരംഭിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട DYFIയുടെ CPMന്റെ ചില നേതാക്കൾ കൂടിയുണ്ട്. അവരിൽ 3 പേരെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഊർജിതമായ അന്വേഷണം ഇന്നലെ അർദ്ധരാത്രി മുതൽ ആരംഭിച്ചിരിക്കുന്നത്. അതിൽ തന്നെ IP ബിനു, പാളയം സന്തോഷ്, അതോടൊപ്പം മുൻ കൗൺസിലർ കൂടിയായ ആറ്റുകാൽ ഉണ്ണി, ഈ 3 പേർക്ക് വേണ്ടി പുലർച്ചെ അവരുടെ വീടുകളിലെത്തി ഉൾപ്പെടെ പോലീസിന്റെ പരിശോധന നടന്നിരുന്നു. പക്ഷേ ഈ 3 പേരും ഒളിവിൽ പോയിരിക്കുകയാണ് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതുകൊണ്ട് ശേഷിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള പരിശോധന നടത്തുന്നതിനൊപ്പം ഇവരെ ഏത് വിധേനയും പിടികൂടണമെന്ന കർശനമായ നിർദ്ദേശം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് വ്യാപകമായ പരിശോധന തിരുവനന്തപുരം ജില്ലയുടെ അതിർത്തി മേഖലകളിൽ ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് ഒരുപാട് സമയം രക്ഷപ്പെടാനായി ലഭിച്ചു എന്നാണ് പോലീസിന് നേരെ ഉയരുന്ന ഒരു ആക്ഷേപം. കാരണം ഇതിൽ ഉൾപ്പെട്ടിരുന്നവർ ആരൊക്കെയാണ് എന്ന ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നതിന് ശേഷവും അവർക്കെതിരെ കൃത്യമായ നടപടി ഉറപ്പാക്കാൻ കഴിഞ്ഞില്ല എന്ന ആക്ഷേപമാണ് ഉയരുന്നത്. അതിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ബോധപൂർവമായ അനാസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്ന വിമർശനം കൂടി ഉയരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇവരെ എത്രയും പെട്ടെന്ന് പിടികൂടാനുള്ള ഒരു നീക്കം പോലീസ് ഊർജിതമാക്കിയിരിക്കുന്നത്. അതിനിടെ ഇന്ന് പുലർച്ചെ നടത്തിയ പരിശോധനയ്ക്കിടയിൽ 2 പേർ അറസ്റ്റിലായിട്ടുണ്ട്. ഈ 2 പേരെ വട്ടിയൂർക്കാവ് പോലീസാണ് ഇതിൽ ഒരാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സ്ഥിരൻ നരിവാമൂടം മ്യൂസിയം പോലീസിന്റെ കസ്റ്റഡിയിൽ, അനിൽകുമാർ വട്ടിയൂർക്കാവ് പോലീസിന്റെ കസ്റ്റഡിയിൽ. ഇങ്ങനെ 2 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. തുടർ നീക്കങ്ങൾ എങ്ങനെയാകും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇനി വരേണ്ടതുണ്ട്. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു ഗുരുതരമായ വീഴ്ച സംഭവിച്ചു പോലീസിന്റെ ഭാഗത്ത് നിന്ന്. ഈ ED ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി സുരക്ഷിതമായി പിണറായി വിജയന്റെ വസതിയിൽ നിന്ന് പുറത്തേക്ക് പ്രധാന റോഡിലേക്ക് എത്തുന്നതിനിടയിൽ അവർക്ക് മതിയായ സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചു എന്നൊരു വിലയിരുത്തലിലാണ് ED കേന്ദ്രങ്ങൾ. അത്തരത്തിലുള്ള മൊഴിയാണ് അവർ അന്വേഷണ സംഘത്തിന് പ്രത്യേകിച്ച് പോലീസിന് നൽകിയത്. അതിൽ എടുത്തു പറയുന്ന കാര്യം, കൊല്ലട എന്ന് പറഞ്ഞ് ആക്രോശിച്ചുകൊണ്ട് ഒരു സംഘം ആളുകൾ ഓടിയെടുക്കുകയായിരുന്നു. കയ്യിൽ ഇഷ്ടികയും അതോടൊപ്പം വടിയും കല്ലുമൊക്കെ ആയിട്ടാണ് തങ്ങൾക്ക് നേരെ അവർ ആക്രമിക്കാൻ ശ്രമിച്ചത്. ചില്ലുകൾ അടിച്ചു തകർത്ത ശേഷം ഈ ഇഷ്ടിക ഗ്ലാസിന് മുകളിലൂടെ എറിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി എന്നതടക്കമുള്ള പരാമർശങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള കാര്യം, ഭാരതീയ ന്യായ സംഹിതയിലെ പ്രധാനപ്പെട്ട വകുപ്പുകൾക്ക് പുറമെ PDPP ആക്ടും ഇതിൽ ചുമത്തിയിരിക്കുന്നു എന്നതാണ്. അതായത് 30 ലക്ഷം രൂപ അല്ലെ ഡാൻ, 30 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചു എന്നുള്ള
വിവരങ്ങൾ കൂടി റിപ്പോർട്ടുകൾ കൂടി അത്തരത്തിൽ നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ ശിക്ഷ അനുഭവിക്കുക മാത്രമല്ല ഈ പണവും അടയ്ക്കേണ്ടി വരും, കാരണം കാറൊക്കെ തല്ലി തകർത്ത കേസാണ്. തീർച്ചയായിട്ടും അതായത് ഇതിന് എത്ര രൂപയുടെ നാശനഷ്ടമാണ് എന്നെ സംബന്ധിച്ച് ഇനി ഒരു വ്യക്തത വരാനുണ്ട്. FIR-ൽ 3 ലക്ഷം രൂപയാണ്, 3 ലക്ഷം രൂപയുടെ കണക്കുകളാണ് FIR-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനു പുറമെ ഈ ടാക്സി ഡ്രൈവർമാർ ശാരീരികമായി ബുദ്ധിമുട്ടുകൾ നേരിട്ട് അവരെ പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥർക്ക് തലയ്ക്ക് പരിക്കേറ്റവരുണ്ട്, അവർക്ക് വൈദ്യസഹായം നൽകേണ്ടി വന്ന സാഹചര്യമുണ്ട്. ഇങ്ങനെ ഒരു ED ഉദ്യോഗസ്ഥർക്ക് നേരെ നടന്ന ഒരു അതിക്രമമായിരുന്നുവെങ്കിലും അതിൽ ഇരകളാക്കപ്പെട്ടവരിൽ CRPF ഉദ്യോഗസ്ഥരും പോലീസും അതോടൊപ്പം ഈ ടാക്സി ഡ്രൈവേഴ്സും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലാണ് ഈ നാശനഷ്ടം കണക്കാക്കുന്നത്. അവർക്ക് ഏറ്റ പരിക്കുകൾ, അതിനുള്ള വൈദ്യസഹായം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും. എന്തായാലും 3 ലക്ഷം രൂപയുടെ നാശനഷ്ടം പ്രാഥമികമായി ഉണ്ടായിട്ടുണ്ട് എന്ന് FIR-ൽ തന്നെ വളരെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം ചോദിച്ചിട്ടുണ്ടല്ലോ. ഒപ്പം ഗവർണറും DGP-യോട് സംസാരിച്ചുവെന്ന് അറിയുന്നു. രാജ്യവ്യാപകമായി ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ എന്താണ് ഇടാൻ? അത് സ്വാഭാവികമായൊരു നടപടിയാണ്. കാരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേന്ദ്ര ഏജൻസിയാണ്. അവർ ഔദ്യോഗികമായ കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി മറ്റ് പ്രകോപനങ്ങളൊന്നുമില്ലാതെയാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വാടക വീട്ടിലേക്ക് ഇന്നലെ പുലർച്ചെ എത്തിയത്. രാവിലെ മുതൽ ഏതാണ്ട് 8 മണിക്കൂർ നീളുന്ന പരിശോധന. 2:40 ശേഷം അവർ അവിടെ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ നാടകീയമായ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അവിടെ നിന്ന് ആരെയും കസ്റ്റഡിയിലെടുക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികളൊന്നും ഉണ്ടായിരുന്നില്ല. അതിനു മുമ്പ് തന്നെ, അതായത് ഒരു പ്രകോപനപരമായ തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നുവെന്നതിൻ്റെ സൂചന 11:30-ക്കും 12 മണിക്കും ഇടയിൽ തന്നെ പോലീസിന് ലഭിച്ചതാണ്. കാരണം അപ്പോൾ മുതൽ തന്നെ കുപ്പികളും ചെരുപ്പുകളുമൊക്കെ ഈ ഉദ്യോഗസ്ഥർക്ക് നേരെ വലിച്ചെറിയുന്ന സാഹചര്യമുണ്ടായിരുന്നു. അത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ കാര്യങ്ങൾ എത്തിയതോടെ കൂടുതൽ പോലീസിനെ സ്ഥലത്ത് വിന്യസിക്കുന്ന നടപടിയും ഉണ്ടായതാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചത് മാധ്യമപ്രവർത്തകർ ദൃശ്യങ്ങൾ പകർത്താൻ നിന്ന മാധ്യമപ്രവർത്തകരുടെ ഒപ്പം ഈ പ്രകോപിതരായി നിന്ന ആളുകൾ കൂടി ചാടി ഈ വാഹനത്തിന് മുമ്പിലേക്ക് എത്തിയതാണ് പോലീസിന് ഇവരെ കൃത്യമായി തടയാൻ കഴിയാതെ പോയതെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. മാത്രവുമല്ല ഒരു തരത്തിലുള്ള സുരക്ഷ വേണമെന്ന കാര്യം ED ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടില്ല. ഇങ്ങനൊരു പരിശോധന നടത്തുന്ന കാര്യം ആവശ്യപ്പെട്ടിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രകോപനത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത മുന്നിൽ കാണാൻ അതുകൊണ്ട് പോലീസിന് കഴിഞ്ഞില്ല, ഔദ്യോഗികമായി കഴിഞ്ഞില്ല. അത് ED അക്കാര്യത്തിൽ പോലീസുമായി സഹകരിക്കാതെയാണ് ഈ പരിശോധന നടത്തിയത് എന്ന് അവർ പറയുന്നത്. അതിൽ നമുക്കത് പൂർണ്ണമായി അങ്ങ് മുഖവിലേക്ക് എടുക്കാനും കഴിയില്ല. കാരണം ഇത്തരത്തിൽ നിർണായകമായ സ്ഥലങ്ങളിൽ പരിശോധന നടത്തുമ്പോൾ അതീവ രഹസ്യമായി തന്നെയാണ് ED-യുടെ എല്ലാ നടപടികളും. കാരണം ഏതെങ്കിലും തരത്തിൽ ഈ വിവരങ്ങൾ ചോർന്നാൽ അത് അന്വേഷണത്തെ ഏത് തരത്തിൽ പ്രതികൂലമായി ബാധിക്കുമെന്ന കൃത്യമായ ബോധ്യം എക്സാലോജിക്കിന്റെ സാമ്പത്തിക ഇടപാടിൽ കൂടുതൽ നടപടികളിലേക്ക് ED-യും കടക്കും എന്നുള്ള വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. മൊഴിയും പിടിച്ചെടുത്ത രേഖകളും വിശദമായി പരിശോധിക്കും. വീണ ടിക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള സമൻസ് നൽകും. ഇന്നലെ